നമ്മളിതുവരെ അന്താരാഷ്ട്ര കറൻസിയായി അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഇടപാടുകളെല്ലാം നടത്താനുള്ള കറൻസിയായി ഉപയോഗിച്ചിരുന്നത് ഡോളറാണ്. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും ഇടപാടുകൾ നടത്തണമെങ്കിൽ അമേരിക്കൻ ഡോളറിൽ തന്നെ നടത്തണം എന്ന തിട്ടൂരം ഇത്രനാളും അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഡോളർ ലോക രാജ്യങ്ങളിലെല്ലാം തന്നെ ശക്തിയുള്ള ഒരു കറൻസിയായി മാറി. എന്നാൽ അതിന് ഒരു അന്ത്യം വന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നപ്പോഴാണ്. അന്ത്യമെന്ന് മാത്രമല്ല, മറ്റ് രാജ്യങ്ങൾക്ക് ധൈര്യം വന്നതും അതുപോലെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അത് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിച്ചത് നമ്മുടെ പൈസയായിട്ടുള്ള രൂപയിലും റഷ്യയുടെ കറൻസി ആയിട്ടുള്ള റൂബിളിലുമാണ്. ഇത് കണ്ടതോടുകൂടി മറ്റ് രാജ്യങ്ങളും ഇതിനോടൊപ്പം കൂടാൻ തുടങ്ങി. ഇതോടുകൂടി ചൈന, സൗദി അറേബ്യ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയിൽ നിന്ന് അവരവരുടെ കറൻസികളിലാണ് കാശ് ഇടപാട് നടത്തിക്കൊണ്ടിരുന്നത്, കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴിതാ ഒരു സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വാർത്ത കൂടെ പുറത്തു വന്നിരിക്കുന്നു. രൂപയെ അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ രൂപയിൽ വായ്പ അനുവദിക്കുന്നതിനുള്ള നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റിസർവ് ബാങ്ക്. ഇതൊരു വമ്പൻ അപ്ഡേറ്റ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ത്യൻ ബാങ്കുകൾക്ക് അതത് രാജ്യങ്ങളിലെ ശാഖകൾ വഴി അവിടുത്തെ ഉപഭോക്താക്കൾക്ക് രൂപയിൽ വായ്പ അനുവദിക്കുന്നതിന് RBI ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ അനുമതി തേടിയിരിക്കുകയാണ് എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. വിദേശത്ത് ഇന്ത്യൻ രൂപയിൽ വായ്പ ലഭ്യമാകുന്നതിന് ആലോചന നടക്കുന്നത് ആദ്യമായിട്ടാണ്. ചരിത്രമാണിത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം. വ്യാപാരത്തിനായി രൂപയുടെ സ്വീകാര്യതയും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. റിസർവ് ബാങ്ക് കഴിഞ്ഞ മാസം ഇതിനുള്ള ശുപാർശ കേന്ദ്ര ധനമന്ത്രാലയത്തിന് കൈമാറി എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലാണ് രൂപയിൽ വായ്പ അനുവദിക്കുന്നതിന് പരിഗണിക്കുന്നതിനുള്ള ശുപാർശ ഇപ്പോൾ RBI കേന്ദ്ര സർക്കാരിനോട് തേടിയിരിക്കുന്നത്. ഇത് സാധ്യമായാൽ അതിർത്തി കടന്നുള്ള രൂപയുടെ ഇടപാടുകൾ ഉയരും എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വിജയകരമായാൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള ശ്രമവും അതിനുള്ള സാധ്യതകളും വളരെ വലുതാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വ്യാപാര ആവശ്യങ്ങൾക്കായും രൂപയിൽ വായ്പ അനുവദിക്കുക, വിദേശത്ത് രൂപയിൽ വായ്പ ലഭ്യമാകുന്നതിന് രൂപയിൽ വ്യാപാര ഇടപാടുകൾ വേഗത്തിൽ തീർപ്പാക്കാനും വിദേശ കറൻസികളുടെ ഉപയോഗം പരിമിതപ്പെടുത്താനും ഇത് ഉപകരിക്കും എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയുമായി വ്യാപാരത്തിൽ മുന്നിലുള്ള 4 രാജ്യങ്ങളാണ് പരിഗണനയുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ 4 രാജ്യങ്ങൾ നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്. വാണിജ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ വ്യാപാര ഇടപാടുകളിൽ 90% ഈ 4 രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ 4 രാജ്യങ്ങളുമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ 4 രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം രൂപയിൽ വായ്പ അനുവദിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.